ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം എല്ലാവരും വർത്താനം സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഗീ കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പം ഞാൻ ആദ്യം 2 എഗ്ഗിലേക്ക് ഒരു 1/4 കപ്പോ അല്ലെങ്കിൽ 1 കപ്പോ പഞ്ചസാര, പൊടിച്ച പഞ്ചസാര ചേർക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനൊരു ഗീ കേക്ക് ആദ്യമായിട്ട് കഴിക്കുന്നത് കൊറോണ ടൈമിലാണ് കേട്ടോ. ആ ഒരു ടൈമിൽ എൻ്റെ ഇളയച്ചിന് ഇവിടെ കോഴിക്കോടൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബേക്കറി ഉണ്ട്. അവിടുന്ന് ഗീ കേക്ക് കൊണ്ടു തന്നപ്പം ഭയങ്കര ടേസ്റ്റിന് വെച്ചാൽ അടിപൊളി ടേസ്റ്റിന് കേട്ടോ. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയിട്ട് ആ ഒരു കേക്ക് വാങ്ങലുണ്ട്, കാരണം അത്രയും നമ്മളെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കേക്ക് ആയിരുന്നു കേട്ടോ ഇത് ഞാൻ ഇതിന് മുന്നേ 2-3 തവണ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഓവനിൽ ഇത് ട്രൈ ആക്കി നോക്കുന്നത്. പക്ഷേ ഇത് സക്സസ് ആയി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഓവനിൽ. ഞാൻ ആദ്യം 2 എഗ്ഗിലേക്ക്, നേരത്തെ പറഞ്ഞ പോലെ 2 എഗ്ഗിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസും 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എൻ്റെ വീട്ടിൽ എല്ലാവരും ഫേവറേറ്റ് ആണ് കേട്ടോ ഈ ഒരു കേക്ക്. ഇവിടെ എൻ്റെ എസക്കും ഇസാൻക്കും ഇപ്പോൾ ജമാൻക്കും ഈ ഒരു കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ ഒരു കേക്ക് ഉണ്ടാക്കലും പാത്രം കാലിയാവലും ഒക്കെ ഒരുമിച്ചായിരുന്നു കേട്ടോ. കാരണം ഞാൻ പോലും അങ്ങനെ എടുത്ത് കഴിച്ചുകൊണ്ടിരുന്നു, കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുമ്പോഴും നമ്മൾ നോർമൽ സോസ് പാനിൽ ബേക്ക് ചെയ്തെടുക്കും, രണ്ടും ഡിഫറൻസ് ആണ് കേട്ടോ. നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റായിട്ട് കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എഗ്ഗ് ഞാൻ നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 1 കപ്പ് മൈദയും പിന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു പിഞ്ച് സോൾട്ട്, ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് ഇത് 3ഉം കൂടി ഞാൻ ആദ്യം 2-3 തവണ അരിച്ച് മാറ്റി വെച്ചതാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും അരിച്ചിട്ട് ഞാനൊരു ബാറ്ററിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മെല്ലെ ഞാനൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നായിട്ട് കുത്തി ഇളക്കരുത്. കുത്തി ഇളക്കി കഴിഞ്ഞാൽ കേക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. മെല്ലെ മിക്സ് ആക്കണം. പിന്നെ അതുപോലെ തന്നെ ഓവർ മിക്സും ആക്കരുത് കേട്ടോ. ഞാനിതാ മെല്ലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1/2 കപ്പ് പാലിലേക്ക് 1/4 കപ്പ് ഗീ ആണ് കേട്ടോ. നല്ല RKG ഉണ്ടല്ലോ, RKG, മിൽമ, അങ്ങനെ പല ബ്രാൻഡായിട്ട് ഇപ്പോൾ വരുന്നുണ്ടല്ലോ, ആ ഒരു ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് നല്ല ഫ്ലേവർ വേണമെങ്കിൽ, നല്ല ഗീൻ്റെ ഫ്ലേവർ വേണമെങ്കിൽ 1/2 കപ്പിൻ്റെ അടുത്ത് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പിന് കൂടുതൽ എന്തായാലും ചേർത്ത് കൊടുക്കണം. 1/2 കപ്പിൻ്റെ ഉള്ളിലുമായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/4 കപ്പാണ്. 1/2 കപ്പ് പാലിലേക്ക് 1/4 കപ്പ് ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനിതൊരു ട്രേയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഞാൻ അതിൽ ജസ്റ്റ് ഗീ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ലൈറ്റായിട്ട്. ഇനി ഞാൻ ഓവനിൽ വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഞാൻ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 30 മിനിറ്റ് 180 ഡിഗ്രിയിൽ തന്നെ ഒരു 30 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു മിക്സ് ട്രേയിലേക്ക് ആക്കിയതിന് ശേഷം ഞാൻ നല്ലപോലെ ഒന്ന് ഇങ്ങനെ തട്ടി കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കുക, കാരണം ഇതിൽ എയർ ബബിൾസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിതൊരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നോർമൽ സോസ് പാനിലാണെങ്കിൽ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 25 മിനിറ്റ്സ് കഴിയുമ്പം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി എങ്ങനെയാണ് എന്നുള്ളത്. ഒരു 25 to 30 മിനിറ്റ്സിനുള്ളിൽ തന്നെ സോസ് പാനിലും ഈ സംഭവം റെഡി ആവും കേട്ടോ. ഇനിയിപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഓവനിലൊന്ന് പുറത്തെടുത്ത് വെച്ചു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ടേസ്റ്റും പെർഫെക്റ്റ്, പിന്നെ ആ ഒരു കാണാനും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേക്ക് ഉണ്ടാക്കിയിട്ട് മുകളിൽ ഇതേപോലെ ഈ ഒരു ഗോൾഡൻ കളർ വരുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ ഓവനിൽ കേക്ക് ഉണ്ടാക്കിയിട്ടേ ഇല്ലേനു. ഇപ്പം 2-3 പ്രാവശ്യമായിട്ട് ഞാൻ ഓവനിൽ ട്രൈ ആക്കാൻ നോക്കിയിട്ട്, അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ആ ഒരു മുകളിൽ ആ ഒരു ഗോൾഡൻ കളർ വരുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം ആദ്യം നമ്മൾ നോർമൽ സോസ് പാനിൽ ചെയ്യുമ്പോൾ ഇതേപോലെ ഗോൾഡൻ കളറിൽ കിട്ടാറില്ലല്ലോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും എന്തായാലും ട്രൈ ആക്കി നോക്കണം കേട്ടോ ഈ ഒരു ഐറ്റം. അപ്പം ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരു സ്മൈലെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ.